കേരളത്തിൻ്റെ തീരങ്ങളിൽ നിശബ്ദമായി എത്തുന്ന ചൈനീസ് ഗവേഷണ കപ്പലുകൾ യഥാർത്ഥത്തിൽ തിരയുന്നതെന്ത്? കേരള തീരത്തുള്ള ചൈനയുടെ ഈ വരവിനെ ഇന്ത്യ ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ഇത്ര ഗൗരവത്തോടെ വീക്ഷിക്കുന്നത്? ഇന്ത്യയെ കടലിൽ വരിഞ്ഞു മുറുക്കുന്ന ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന ഗൂഢതന്ത്രവും അതിനെ തകർക്കാൻ ഇന്ത്യ ഒരുക്കിയ മാസ്റ്റർ പ്ലാനുകൾ എന്തെല്ലാം? ഏഷ്യയിലെ വമ്പൻ ശക്തികളെ പോലും ഭയപ്പെടുത്തുന്ന ഒരു സൈനിക കോട്ടയായി വിഴിഞ്ഞം മാറുന്നത് എങ്ങനെ? ചൈനയുടെ ഉറക്കം കെടുത്തുന്ന വിഴിഞ്ഞത്തിൻ്റെ യഥാർത്ഥ ശക്തി എന്താണ്? അറിയാം ഈ വീഡിയോയിലൂടെ. നിങ്ങൾ എപ്പോഴെങ്കിലും യുവാൻ വാങ് 5 അല്ലെങ്കിൽ ഷിയാങ് യാങ് ഹോങ് എന്നീ പേരുകൾ കേട്ടിട്ടുണ്ടോ? വാർത്തകളിൽ ഇടയ്ക്കിടെ മിന്നിമറയുന്ന പേരുകളാണിവ. കാണാൻ ഇവ വെറും ഗവേഷണ കപ്പലുകൾ അഥവാ റിസർച്ച് വെസൽസ് ആണെന്ന് തോന്നും. നിറയെ ആൻറ്റിനകളും ഡിഷുകളുമൊക്കെയായി സമാധാനപരമായ എന്തോ പഠനം നടത്തുന്നവർ. പക്ഷെ തെറ്റി. ഇവ ചൈനയുടെ ചാരക്കപ്പലുകളാണ്. അതെ, ചൈനയുടെ സ്പൈഷിപ്സ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ തീരത്തിന് അടുത്ത് ഇവയുടെ സാന്നിധ്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇവർ ഇവിടെ കറങ്ങി നടക്കുന്നത്? എന്തുകൊണ്ട് കേരളം ഇവരുടെ പ്രധാന ലക്ഷ്യമാകുന്നത്? ഒന്നാമത്തെ കാരണം തിരുവനന്തപുരം. വിഴിഞ്ഞത്തിന് തൊട്ടടുത്താണ് തുമ്പയിലെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ. ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണങ്ങളുടെയും മിസൈൽ സാങ്കേതിക വിദ്യയുടെയും ഈറ്റില്ലം. തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലെ മഹേന്ദ്രഗിരിയിൽ ISROയുടെ പ്രൊപ്പൽഷൻ കോംപ്ലക്സും കൂടംകുളത്തെ ആണവ നിലയവും. ഈ ചാരക്കപ്പലുകൾക്ക് അതിമാരകമായ കഴിവുകളാണുള്ളത്. സമുദ്രത്തിൽ നങ്കൂരമിട്ട് കിടന്നുകൊണ്ട് നൂറുകണക്കിന് കിലോമീറ്റർ അകലെ നടക്കുന്ന ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണങ്ങൾ വരെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഇവയ്ക്ക് സാധിക്കും. നമ്മുടെ അഗ്നി മിസൈലുകളുടെ റേഞ്ച് എത്രയാണ്? നമ്മുടെ റഡാറുകളുടെ ഫ്രീക്വൻസി എത്രയാണ്? ഇതെല്ലാം ചോർത്താനാണ് അവർ ശ്രീലങ്കയിലും മാലിദ്വീപിലും വന്ന് തമ്പടിക്കുന്നത്. പലപ്പോഴും ഈ കപ്പലുകൾ വരുമ്പോൾ ഇന്ത്യക്ക് തങ്ങളുടെ മിസൈൽ പരീക്ഷണങ്ങൾ വരെ മാറ്റിവെക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഇവിടെയാണ് കൊച്ചിയുടെ പ്രസക്തി. കൊച്ചിയിലെ സദേൺ നേവൽ കമാൻഡിൽ വെച്ചാണ് ഇന്ത്യയുടെ ആദ്യത്തെ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് നിർമ്മിച്ചത്. ഇന്ത്യൻ നേവിയുടെ തന്ത്രപ്രധാനമായ നീക്കങ്ങൾ നടക്കുന്ന ഇടം കൂടിയാണിത്. അതുകൊണ്ട് തന്നെയാണ് ചൈനയുടെ ചാരക്കണ്ണുകൾ എപ്പോഴും ഈ തീരത്തിലൂടെ ചുറ്റി നടക്കുന്നത്. പക്ഷേ വെള്ളത്തിന് മുകളിലുള്ള കപ്പലുകളെ നമുക്ക് കൃത്യമായി കാണാനും വീക്ഷിക്കാനും കഴിയും. എന്നാൽ കാണാൻ കഴിയാത്ത മറ്റൊരു ഭീഷണി കൂടിയുണ്ട്: അന്തർവാഹിനികൾ അഥവാ സബ്മറൈൻസ്. അടുത്തിടെയായി മാലിദ്വീപിന് സമീപം ചൈനീസ് അന്തർവാഹിനികളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. മാലിദ്വീപിലെ പുതിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ചൈന മുതലെടുക്കുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അടിത്തട്ട് മാപ്പ് അഥവാ ഓഷ്യൻ ബെഡ് മാപ്പിംഗ് ചെയ്യുക എന്ന വ്യാജേന അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് തങ്ങളുടെ അന്തർവാഹിനികൾക്ക് ഒളിച്ചിരിക്കാനുള്ള വഴികൾ കണ്ടുപിടിക്കുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രം എന്നത് ചൈനയ്ക്ക് ജീവൻ മരണ പോരാട്ടമാണ്. കാരണം അവരുടെ 80% എണ്ണയും വരുന്നത് ഇതുവഴിയാണ്. ഇന്ത്യ വിചാരിച്ചാൽ മലാക്ക കടലിടുക്ക് ബ്ലോക്ക് ചെയ്യാൻ കഴിയുമെന്ന് അവർക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് അവർ പാകിസ്ഥാനിലും ശ്രീലങ്കയിലും താവളങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവിടെയാണ് വിഴിഞ്ഞത്തിൻ്റെ സൈനിക പ്രാധാന്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. വിഴിഞ്ഞം വെറുമൊരു ചരക്ക് തുറമുഖം മാത്രമല്ല. നാളെ ഒരു യുദ്ധം വന്നാൽ ഇന്ത്യൻ നേവിയുടെ വലിയ കപ്പലുകൾക്കും സഖ്യകക്ഷികളുടെ കപ്പലുകൾക്കും പെട്ടെന്ന് ഇന്ധനം നിറയ്ക്കാനും വിശ്രമിക്കാനും കഴിയുന്ന ഒരു താവളം കൂടിയാണിത്. ചൈനീസ് ചാരക്കപ്പലുകളുടെ ഓരോ നീക്കവും നിരീക്ഷിക്കാൻ വിഴിഞ്ഞം ഇന്ത്യക്കൊരു മുൻനിര നിരീക്ഷണ ഗോപുരം അഥവാ വാച്ച് ടവർ തന്നെയാണ്. കഴിഞ്ഞ 75 വർഷമായി ഭീമൻ കപ്പലുകൾ അഥവാ മദർഷിപ്പുകൾ ഇന്ത്യയുടെ തീരത്തെ ഒന്ന് തിരിഞ്ഞു നോക്കാറ് പോലുമില്ലായിരുന്നു. അത്തരം മദർഷിപ്പുകൾ പൊതുവെ ആശ്രയിച്ചിരുന്നത് ദുബായും സിംഗപ്പൂരും നമ്മുടെ തൊട്ടടുത്തുള്ള കൊളംബിയയുമായിരുന്നു. പക്ഷേ ഇന്ത്യയിലേക്ക് മാത്രം വന്നിരുന്നില്ല. എന്തുകൊണ്ട്? നമ്മുടെ രാജ്യത്തിന് ഇത്രയും വലിയ തീരപ്രദേശം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ ഒഴുകുന്ന നഗരങ്ങൾ നമ്മുടെ ഇന്ത്യയെ അവഗണിച്ചു എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. എന്നാൽ ഇന്ന് കഥ മാറിയിരിക്കുകയാണ്. 2024 നമ്മൾ വിഴിഞ്ഞത്ത് ആദ്യത്തെ കപ്പലിനെ സ്വീകരിച്ചപ്പോൾ പലരും വിചാരിച്ചത് വിഴിഞ്ഞം ഒരു സാധാരണ തുറമുഖമാണെന്നാണ്. എന്നാൽ 2026 ഫെബ്രുവരിയിലെ കണക്കുകൾ നോക്കൂ. 600 കടന്ന് 740-ലധികം അന്താരാഷ്ട്ര കപ്പലുകളാണ് ഇതുവരെ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടത്.
2026 ജനുവരി മാസത്തിൽ മാത്രം ഇവിടെ എത്തിയത് 62 ഭീമൻ കപ്പലുകളാണ്. ഇത് വെറും ബിസിനസിന്റെ കാര്യം മാത്രമല്ല, ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിനു മേലുള്ള ആധിപത്യത്തിനു വേണ്ടിയുള്ള ഒരു നിശബ്ദ യുദ്ധം കൂടിയാണ്. തിരുവനന്തപുരത്തെ ഒരു ചെറിയ മത്സ്യബന്ധന ഗ്രാമം എങ്ങനെയാണ് ഏഷ്യയിലെ വമ്പൻ തുറമുഖങ്ങളെ വിറപ്പിക്കുന്നത്? ഇത്രയും കാലം ഈ കപ്പലുകൾ ഇന്ത്യയെ അവഗണിച്ചതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. ആഴം അഥവാ ഡെപ്തിൻ്റെ കുറവ് കൊണ്ടാണ്. സാധാരണ കാർഗോ കപ്പലുകളെ പോലെയല്ല മദർഷിപ്പുകൾ. 20,000-ലധികം കണ്ടെയ്നറുകൾ വഹിക്കുന്ന ഇവയ്ക്ക് തീരത്തോട്ട് അടുക്കണമെങ്കിൽ കടലിന് കുറഞ്ഞത് 16 മുതൽ 18 മീറ്റർ വരെ ആഴം വേണം. ഇന്ത്യയിലെ മിക്ക തുറമുഖങ്ങൾക്കും, അത് മുംബൈ ആയാലും ചെന്നൈ ആയാലും, ഈ ആഴമില്ല എന്നതാണ് ഇന്ത്യയെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് പുറകോട്ടടിപ്പിച്ചത്. അതുകൊണ്ട് ഇത്രയും കാലം സംഭവിച്ചത്, ഈ മദർഷിപ്പുകൾ ഇന്ത്യക്കുള്ള ചരക്കുകളുമായി നേരെ ശ്രീലങ്കയിലെ കൊളംബോയിലോ ദുബൈയിലോ പോകും. അവിടെ ചരക്കിറക്കും. അവിടെ നിന്ന് ചെറിയ കപ്പലുകളിൽ അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. ഇതിന് നമ്മൾ കൊടുക്കുന്ന വിലയോ വർഷം തോറും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം. നമ്മുടെ സാധനങ്ങൾ നമുക്ക് കിട്ടാൻ നമ്മൾ തന്നെ മറ്റു രാജ്യങ്ങൾക്ക് പണം കൊടുക്കേണ്ട അവസ്ഥ. പക്ഷേ വിഴിഞ്ഞം പ്രകൃതിയുടെ ഒരു അത്ഭുതമാണ്. ഇവിടെ കടലിന് സ്വാഭാവികമായി തന്നെ 20 മീറ്ററോളം ആഴമുണ്ട്. മനുഷ്യനുണ്ടാക്കിയതല്ല, പ്രകൃതി കനിഞ്ഞു നൽകിയ ആഴം. അതുകൊണ്ട് തന്നെ ഇവിടെ മണ്ണുമാന്തൽ അഥവാ ഡ്രഡ്ജിങ് അധികം വേണ്ട. ഏതൊരു ഭീമൻ കപ്പലിനും ധൈര്യമായി ഇങ്ങോട്ട് വരാം. പക്ഷേ ആഴത്തേക്കാൾ പ്രധാനം വിഴിഞ്ഞത്തിൻ്റെ ലൊക്കേഷനാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതയായ യൂറോപ്പ് ഫാർ ഈസ്റ്റ് റൂട്ട് വിഴിഞ്ഞത്ത് നിന്ന് വെറും 10 നോട്ടിക്കൽ മൈൽ, അതായത് ഏകദേശം 18 കിലോമീറ്റർ അകലെ മാത്രമാണ്. കപ്പലുകൾക്ക് അവരുടെ പാതയിൽ നിന്നും ഒട്ടും വ്യതിചലിക്കാതെ, അധികം ഇന്ധനം കളയാതെ തന്നെ ഇവിടെ കയറിപ്പോകാം. ഇവിടെയാണ് കാര്യങ്ങൾ സീരിയസ് ആയി കാണേണ്ടത്. ഇത് വെറും ഒരു തുറമുഖമല്ല, ഇതൊരു ചെക്ക്മേറ്റ് കൂടിയാണ്. ആർക്കെതിരെ? ചൈനയ്ക്കെതിരെ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചൈന സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന തന്ത്രത്തിലൂടെ ഇന്ത്യയെ വളയുകയായിരുന്നു. പാകിസ്ഥാനിലെ ഗ്വാദർ പോർട്ട്, ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട, ബംഗ്ലാദേശിലെ ചിറ്റഗോങ്, ഇതെല്ലാം ചൈനയുടെ പണവും സ്വാധീനവുമുള്ള തുറമുഖങ്ങളാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. പ്രത്യേകിച്ച് ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖം. ഇത്രയും കാലം